കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഞാൻ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥന ധ്വനിയുടേതായ ആഭിമുഖ്യത്തിലുള്ളതായ ഈ വചന പ്രഘോഷണത്തിൽ എനിക്കും ഇപ്രകാരം ഒരു അവസരം കർത്താവ് ദാനമായി നൽകി തന്നതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 2000 ആണ്ടിൽ കർത്താവ് ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ അവർക്ക് ദൈവം കൊടുത്തതായ ദർശനം അനുസരിച്ച് ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ധ്വനി ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രാർത്ഥനാ ധ്വനിയിൽ അനേക പ്രിയപ്പെട്ടവർക്ക് അംഗങ്ങളായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കുന്ന ദൈവത്തിന്റെ എല്ലാ വലിയ കൃപകളെയും ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മെ ഞെട്ടിപ്പിക്കുന്നതായ അനേക സംഭവങ്ങൾ ദിനംതോറും നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെതായ വലിയ സാന്നിധ്യവും വലിയ കൃപയും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾ എത്ര വലുതാണ് എന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തന്റെ കരങ്ങളിൽ ദൈവം അവിടെയായി നമ്മെ പരിപാലിക്കുകയും സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ പ്രാർത്ഥനാധ്വനിയുടെ പ്രസംഗ വിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൽ കരുതുന്ന ദൈവത്തെക്കുറിച്ച് ആഴമായി നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ഈ രാത്രികാലം ദൈവ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവത്തിന്റെ ദാസനായ പത്രോസ് തന്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു വേദ വാക്യമാണ് നമ്മുടെ കാണുവാനൊക്കെ വേണം ഇടയായിത്തീരുന്നത്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ വിളിച്ച് പറയുവാനൊക്കെ വേണം ഇടയായിത്തീരുന്നുണ്ട്. പത്രോസിൻ്റെതായ വ്യക്തിപരമായ ജീവിതം നാം എടുത്തു പഠിച്ചാൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുവാനൊക്കെ വേണം ഇടയായി തീരുന്നത്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു തന്റെ ഇഹലോകത്തിലെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ഗലീല കടൽപ്പുറത്തുകൂടെ നടക്കുമ്പോൾ മീൻപിടിക്കാരായ 2 സഹോദരന്മാരെ കാണുവാനൊക്കെ വേണം ഇടയായിത്തീരുന്നുണ്ട്. പത്രോസ് എന്നു പേരുള്ള ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും മീൻ പിടിക്കുന്നതായ കാഴ്ച കണ്ടിട്ട് യേശു ഇപ്രകാരം പറഞ്ഞു, എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചതായ പത്രോസ് ജീവിതത്തിൽ പലതിനെയും വിട്ടിട്ട് പലതിനോടും വിട പറഞ്ഞിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ താനെ ഇറങ്ങിത്തിരിക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. തന്നെ വിളിച്ചത് ആരാണെന്നും തന്നെ വിളിച്ചതിൻ്റെതായ ഉദ്ദേശം എന്താണ് എന്നും
വളരെ വ്യക്തമായി മനസ്സിലാക്കിയതായ പത്രോസ് അപ്പോസ്തലൻ തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിന് മുൻപോട്ട് ജീവിക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നതായി കാണുവാനിടയായി തീരുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശു ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് യേശു ചോദിക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അത് കാണുവാനൊക്കെ വണ്ണം ഇടയായി തീരുന്നുണ്ടോ. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. അപ്പോൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. അപ്പോൾ മനുഷ്യപുത്രൻ ആരാണ് എന്ന് പലർക്കും അറിയുവാൻ കഴിയാതെ വണ്ണമായിരിക്കുമ്പോൾ, വിവിധമാകുന്ന അഭിപ്രായങ്ങൾ പലരും പറയുമ്പോൾ, അവർക്ക് അറിയാവുന്നതായ കാര്യങ്ങൾ അവർ പറഞ്ഞു. ചിലർ യോഹന്നാൻ സ്നാപകനാണെന്നും, മറ്റേ ചിലർ ഏലിയാവാണെന്നും, മറ്റു ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുവാനൊക്കെ വണ്ണം ഇടയായി തീരുന്നുണ്ടോ. വാസ്തവമായി യേശു ആരാണ് എന്ന് ഈ ജനത്തിന് അറിയുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നു എന്ന് യേശുവിന് ബോധ്യപ്പെട്ടപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാനൊക്കെ വണ്ണം ഇടയായത് ചോദ്യം എങ്ങനെയാണ്: നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ജനം എന്തു പറയുന്നു എന്നുള്ളതല്ല, ജനം എന്നെ കുറിച്ച് എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നല്ല, ജനത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് എന്നുള്ളതല്ല യേശുവിന് അവിടെ വിഷയമായിരിക്കുന്നത്. യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? ഉടനെ പത്രോസ് പറയുന്ന മറുപടി ഇങ്ങനെയാണല്ലോ: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ ചോദ്യത്തിന് അല്പം പോലും മറുപടിക്ക് താമസം കൊടുക്കാതെ വണ്ണം ചോദ്യം ഇന്നതാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ യാതൊരു വിധമായ തടസ്സവും കൂടാതെ പത്രോസ് വിളിച്ചു പറയുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. അപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് പത്രോസിനെ ലഭിക്കുവാനൊക്കെ വണ്ണം ഇടയായി തീരുന്നുണ്ട്. അപ്പോൾ വാസ്തവമായി യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതായ ആ വെളിപ്പാട് പ്രാപിച്ചതായ പത്രോസ് ആ യേശുവിനെ വ്യക്തമായി അവിടെ തന്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനൊക്കെ വണ്ണം ഇടയായി തീരുകയാണ്. യേശു പറഞ്ഞ മറുപടി എങ്ങനെയാണല്ലോ: ബറിയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല എനിക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയത് നിന്റെ സ്വന്തം വെളിപ്പാട് അനുസരിച്ചല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് എന്റെ പിതാവാണ് എന്ന് യേശു അവിടെ പത്രോസോട് പറയുവാനൊക്കെ വണ്ണം ഇടയായി തീരുകയാണ്. പത്രോസും പറയുന്ന പദം അത് തന്നെയാണ്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. അപ്പോൾ വിളി കേട്ട പത്രോസ്, ദൈവിക വെളിപ്പാട് പ്രാപിച്ച പത്രോസ്, നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നതായി കാണുവാനൊക്കെ വണ്ണം ഇടയായി തീരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ തങ്ങൾ പ്രതീക്ഷിച്ചതായ പ്രതീക്ഷകൾക്കും തങ്ങളുടെ കണക്കൂട്ടലുകളും തെറ്റിപ്പോയോ എന്ന് ചിന്തിച്ച്
പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാന്നൊക്കെ വേണം ഇടയായി തീർന്നു. അന്ന് മുൻപ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന്. ആ സംഭവം അങ്ങനെ നടക്കുവാന്നൊക്കെ വേണം ഇടയായി തീരും. നമുക്കറിയാം, കോഴി കൂവിയപ്പോൾ പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരയുവാന്നൊക്കെ വേണം ഇടയായി തീർന്നു. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് പത്രോസ് മറ്റു ചില ശിഷ്യന്മാരുമായി പഴയ പണിയായ മീൻപിടുത്തത്തിന് പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാന്നൊക്കെ വേണം ഇടയായി തീരുന്നുണ്ട്. അപ്പോൾ വിളി കേട്ടവനാണ്, വെളിപ്പാട് പ്രാപിച്ചവനാണ്, അവൻ പിന്നെ പിന്മാറിപ്പോയി. അവൻ യേശുവിനെ തള്ളിപ്പറയുവാന്നൊക്കെ വേണം ഇടയായി തീർന്നു. എന്നാൽ ആ പത്രോസിനെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ കാണുവാനിടയായി തീർന്നത് പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിച്ചതിനു ശേഷം യേശു ക്രിസ്തു ആരെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു പത്രോസിനെയാണ് കാണുവാന്നൊക്കെ വേണം ഇടയായി തീരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞത് പത്രോസ് ആ യേശു ക്രിസ്തുവിൽ കൂടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പിൽക്കാലത്ത് ചെയ്തെടുക്കുവാന്നൊക്കെ വേണം ഇടയായി തീർന്നു. കാരണം മറ്റൊന്നുമല്ല, പിതാവിനോട് വാങ്ങിച്ച പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ പുത്രൻ ആ പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭയമുള്ളവനായ പിന്മാറ്റക്കാരനായ പത്രോസ് യേശുവിന് വേണ്ടി നിവരെ നിൽക്കുവാന്നൊക്കെ വേണമിടയായി തീർന്നു. ഈ രാത്രികാലം എന്നെ ശ്രമിക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മെ നിരാശപ്പെടുത്തുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വേദനപ്പെടുത്തുന്ന, ചിലപ്പോൾ പിന്മാറ്റം നയിക്കുന്ന അവസ്ഥകൾ കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. മനുഷ്യൻ വാക്കുമാറുമ്പോൾ, മനുഷ്യൻ അകന്നു നിൽക്കുമ്പോൾ, മനുഷ്യൻ തള്ളിക്കളയുമ്പോൾ, മനുഷ്യൻ നമ്മെ പലതിലും അടിപ്പിക്കാതെ വണ്ണമായിരിക്കുമ്പോൾ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു നല്ല ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ മരുഭൂമി യാത്രയിലായിരുന്നപ്പോൾ ഒരിക്കൽ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞല്ലോ, നമുക്കും കരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നീ ഒരു കാര്യം ചെയ്യ, നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ആദ്യം നിനക്ക് കിട്ടുന്ന മീനിന്റെ വായിൽ ഒരു ചതുർദ്രഹ്മപ്പണം ഉണ്ടായിരിക്കും. നീ അതെടുത്ത് എനിക്കും നിനക്കുമായി കരം കൊടുക്കുവാന്നൊക്കെ വേണം ഇടയായി തീരണം. അത് നമ്മെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. മനുഷ്യപുത്രനും ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവ സകല അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടവനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ കരം കൊടുക്കുവാൻ പണമില്ലാതെ വണ്ണമായിരിക്കുമ്പോഴും അവർക്ക് കരം കൊടുക്കുവാൻ വേണ്ടി മത്സ്യത്തിന്റെ വായിൽ ചതുർദ്രഹ്മപ്പണം ഒരുക്കി വെച്ച് അതിനെ പത്രോസിന്റെ ചൂണ്ടയിൽ കൊളുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ആ അനുഭവത്തിലാണ് പത്രോസ് വിളിച്ചു പറയുക അതൊക്കെ വേണം ഇടയായി തീർന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ് എന്ന്. നമുക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്നോർക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലെന്ന് ഓർക്കുമ്പോൾ, നമ്മെ സഹായിപ്പാൻ ആരുമില്ല എന്നോർക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഉയരത്തിലുണ്ട്. മനുഷ്യന്റെ കരങ്ങൾ തളർന്നുപോയി എന്ന് വന്നേക്കാം, മനുഷ്യന്റെ കരങ്ങൾ അസ്ഥാനത്തായി തീർന്നു എന്ന് വന്നേക്കാം, മനുഷ്യന്റെ കരങ്ങൾ നമ്മെ ശക്തിപ്പെടുത്താതവണമായിരിക്കാന്നൊക്കെ വേണം ഇടയായി തീരാം. മനുഷ്യന്റെ കരങ്ങൾ നമ്മുടേതായ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കാതവണം ഇരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ തളരാത്ത, കുഴങ്ങാത്ത, നമ്മെ സഹായിക്കുന്ന ഒരു യേശുവിന്റെ കരം ഇന്നും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് പേരുള്ളവരിലായിരിക്കുന്നതായ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, നാം ദൈവ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചവരായിരിക്കുമ്പോൾ
നാം ദൈവത്തിന് വിളി കേട്ടിറങ്ങി തിരിച്ചവരായിരിക്കുമ്പോൾ നാം പലതിനെയും വിട്ട് പലതിനോട് ഗുഡ് ബൈ പറഞ്ഞ് വാസ്തവമായി ദൈവ ശബ്ദത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ അറിയുന്നവൻ, നമ്മുടെ വിഷയങ്ങൾ അറിയുന്നവൻ, മനുഷ്യൻ നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മെ തള്ളിക്കളയാത്തവൻ, മനുഷ്യൻ നമ്മുടെ ആവശ്യങ്ങൾ മാറി നിൽക്കുമ്പോൾ മാറാത്തവൻ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി കഴിഞ്ഞ നാളിൽ കരുതിയെങ്കിൽ അവൻ ഇന്നും കരുതുവാൻ വിശ്വസ്തനാണ്. അവൻ നാളെയും കരുതുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവിച്ചറിയുന്നതായ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി, നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ വലിയ കരം മത്സ്യത്തിന്റെ വായിൽ ചതുരമപ്പണം ഒരുക്കി വെച്ചിരുന്നു എങ്കിൽ എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞ്, അല്ല നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അല്ല നമ്മുടെ തലമുറകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അല്ല നമ്മുടെ ദൈവത്തിന്റെ സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തോളം ബന്ധത്തിലാണ് പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമുക്ക് വേണ്ടി ലോകത്തിൽ ആരും കരുതുവാനില്ല എന്ന് വന്നേക്കാം. നമുക്ക് വേണ്ടി കരുതുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ കരുതാതെ കൊണ്ട് മാറി നിന്നു എന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെയും തന്റെ കുടുംബത്തിന്റെയും അനുഭവം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനൊക്കെ വേണം ഇടയായി തീരുന്നത്, കനാനിൽ വന്ന് പാർക്കുന്ന യാക്കോബിന്റെ ജീവിതത്തിൽ അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി, അവന്റെ കണക്കൂട്ടലുകൾക്കപ്പുറമായി, അവന്റെ
സ്വപ്നങ്ങളുടേതായ ആ നിവർത്തി പദം അടുത്തു വന്നപ്പോൾ ദൈവം ദേശത്ത് ക്ഷാമം വരുത്തുവാന്നൊക്കെ പണമിടയായി തീർന്നു. അപ്പോൾ തങ്ങളുടെ സഹോദരനായ യോസഫാണ് ഇത് അധികാരികളെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ സഹോദരന്മാർ ഭാരപ്പെട്ട് വേദനപ്പെട്ട് നിൽക്കുമ്പോൾ യോസഫ് അവരോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വേദവാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമി നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. അപ്പോൾ ദേശത്തൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് ദൈവം മുന്നവേ കണ്ടപ്പോൾ ആ ക്ഷാമത്തിനു മുന്നവേ യാക്കോബിനെയും തന്റെ മക്കളെയും പുലർത്തുവാൻ തക്കവണ്ണം യോസഫിനെ മുന്നവേ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് അവിടെ യോസഫ് സഹോദരന്മാരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. നാം മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. 105-ാം സങ്കീർത്തനത്തിന്റെ 16-17 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ ശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു. യോസഫിനെ അവർ ദാസനായി വിറ്റു കളഞ്ഞുവല്ലോ. യോസഫിനെ ദാസനായി തന്റെ സഹോദരങ്ങൾ വിറ്റു കളഞ്ഞപ്പോഴും യോസഫിനെ അറിയുന്ന ഒരു ദൈവം, യോസഫ് ആരാണെന്ന് അറിയുന്ന ഒരു ദൈവം, യോസഫ് ആരായി തീരും എന്നറിയുന്ന ഒരു ദൈവം അവിടെ യോസഫിനെ ഉയർത്തുവാതൊക്കെ പണമിടയായി തിരിയാണ്. അതാണ് യോസഫ് നേരിട്ട് തന്നെ പറയുന്ന പദം ഇങ്ങനെയാണല്ലോ: ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എണീക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് മുന്നവേ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാനൊക്കെ വേണം ഇടയായി തീരുന്നുണ്ടോ? നമ്മുടേതായ ചിന്തകൾക്കും നമ്മുടേതായ കണക്കൂട്ടുകൾക്കും അപ്പുറമായി ദൈവം ചെയ്തായ ചില ദൈവിക പ്രവർത്തികളാണ് അവിടെ കാണുവാനൊക്കെ വേണം ഇടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി ആ ദൈവത്തിന്റെ വലിയ കാര്യം അവിടെ ദൈവം പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ പദ്ധതികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരമായിത്തീരും, എങ്ങനെയായിത്തീരുമെന്നൊക്കെ നാം ചിന്തിക്കുവാനൊക്കെ വേണമിടയായി തീരാം. എന്നാൽ യാക്കോബിനെയും തന്റെ മക്കളെയും പുലർത്തേണ്ടതിന്, ക്ഷാമകാലത്ത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ലഭിക്കേണ്ടതിന് ദൈവം അവർക്ക് മുന്നവേ ഒരു യോസഫിനെ അയക്കുവാനൊക്കെ വേണമിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നു രാത്രികാലം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ചില ഭാരത്തിന്റെ മധ്യത്തിൽ എങ്ങനെയായി തീരുമെന്നോർത്ത് നാം വേദനപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ കരമുണ്ട്. യാക്കോബ് പറയും, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവം. മനുഷ്യമായി മറ്റു പലരും കരുതുമ്പോൾ അതൊക്കെ തീർന്നു പോകുവാന്നൊക്കെ വണ്ണമിടയായി തീരാം. അതൊക്കെ ചില നിമിഷങ്ങൾക്കോ ചില മണിക്കൂറുകൾക്കോ മാത്രമുള്ളതായി തീരാം. എന്നാൽ ദൈവം ഒരുക്കുന്ന വഴികൾ, ദൈവത്തിൻ്റെതായ പ്രവൃത്തികൾ എത്രയോ ശ്രേഷ്ഠകരമാണെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദി നിറ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവമക്കളെ, യാക്കോബിന്റെ ജീവിതത്തിൽ, തന്റെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവം അവരെ പോറ്റുവാനൊക്കെ വണ്ണമിടയായി, അവർക്ക് വേണ്ടി കരുതുവാനൊക്കെ വണ്ണമിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ യാക്കോബിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അവൻ നമ്മുടെയും ദൈവമാണ്. നമ്മെ വിളിച്ചിറക്കിയിട്ട് വഴി ഇട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ വിളിച്ചിറക്കിയിട്ട് നമ്മെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായൊരു ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രം എടുത്ത് പഠിച്ചാൽ നമുക്കറിയാമല്ലോ.
40 സംവത്സരം അവർ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുവാനൊക്കെ വണ്ണമിടയായി തീർന്നു. 40 സംവത്സരം അവർ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചപ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരം സമയാസമയങ്ങൾ ദൈവം നൽകി കൊടുക്കുവാനൊക്കെ വണ്ണമിടയായി തീർന്നു. അവർക്ക് മന്ന കൊണ്ട് ദൈവം പോഷിപ്പിച്ചു. നമുക്കറിയാം, ദിവസങ്ങൾ മന്ന കഴിച്ചപ്പോൾ അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്ന പലരും ചിന്തിച്ചപ്പോൾ ദൈവം താൻ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും ഏത് ഭക്ഷണം എന്ന് ചിന്തിക്കുന്നു ആ ടേസ്റ്റ് അറിവായി വരുവാണ്ടായി തീർന്നു. കാടപ്പക്ഷിയെ ദൈവർക്ക് നൽകി കൊടുക്കുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നു. 40 വർഷം ആ വലിയ സമൂഹത്തിന് മരുഭൂമിയിൽ പോറ്റിയ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. പല സ്ഥലം കുടിക്കുവാൻ വെള്ളമില്ലാതെ അവർ ഭാരപ്പെട്ടപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവരെ കരുതിയ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നാം തിരുവനന്തപുരം വായിക്കുന്നല്ലോ, 40 വർഷം അവർ മരുഭൂമി നടന്നപ്പോഴും അവർ വസ്ത്രം പഴകുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നില്ല. അവർ കാൽ വീങ്ങുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണത്തിൽ, ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ സഹായിച്ച, അവരെ വഴി നടത്തിയ ആ ദൈവത്തിന്റെ വലിയ കൃപ എത്ര വലുതാണെന്ന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാണ്. ദൈവത്തിന് സ്തോത്രം. ആ പിതാക്കന്മാരെ മരുഭൂമിയിൽ പുലർത്തിയ ദൈവം, അവരെ മരുഭൂമിയിൽ പോറ്റിയ ദൈവം ഈ സിയോൻ യാത്രികരായ നമ്മുടെ ജീവിതത്തിലും നമ്മെ പുലർത്തുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. പലപ്പോഴും നാളെ കുറിച്ച് ഓർത്ത് അനേകർ ഭാരപ്പെടുമ്പോൾ, നാളെ കുറിച്ച് ഓർത്ത് അനേകർ വേദനപ്പെടുമ്പോൾ, നാളെ കുറിച്ച് ഓർത്ത് പലരും വളരെ ദുഃഖത്തിലായിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ വലിയ കരുതലിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സർവശക്തന്റെ വലിയ കരം കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾ എത്ര വലുതാണ് എന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മോശയോട് ചോദിച്ചാൽ മോശ പറയുവാന്നൊക്കെ വണ്ണമിടയായിത്തീരും. മോശ ജനിക്കുന്നതിന് മുൻപ് മോശയെ എങ്ങനെ വളർത്തേണമെന്നും മോശ എങ്ങനെ വളർന്നു വരണമെന്നും ദൈവം പ്ലാൻ ചെയ്യുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നു. നിയമം പ്രതികൂലമായി നിൽക്കുമ്പോഴും, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് കൽപ്പന ഉള്ളപ്പോഴും, മോശ എവിടെ വളരണമെന്ന് ദൈവം പ്ലാൻ ചെയ്തവനായതുകൊണ്ട് ആ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം മോശ വളർന്നു വരുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നു. 3 മാസം മാതാപിതാക്കൾ മോശയെ ഒളിപ്പിച്ചു വെച്ചു. നമുക്കറിയാം. അനന്തരം ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങിച്ച് മോശെ അതിൽ കിടത്തിയിട്ട് ഫറവോന്റെ പുത്രി കുളിക്കുവാൻ വരുന്ന സമയം അറിയാവുന്ന മോശയുടെ മാതാവ് മോശയെ ആ ഞാങ്ങണപ്പെട്ടകത്തിൽ അവിടെ കൊണ്ട് കിടത്തുവാന്നൊക്കെ വണ്ണമിടയായി തീർന്നു. ആ പെട്ടകം കണ്ടപ്പോൾ തോഴിമാരെ അയച്ച് ആ പെട്ടകം തുറന്നു നോക്കിയപ്പോൾ ഒരു ആൺപൈതലിനെ കണ്ട ആ ഫറവോന്റെ പുത്രി ദെബ്രായ ബാലാണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശയുടെ സഹോദരിയായ മിരിയാം ഓടിച്ചെന്നിട്ട് പറയുന്ന പദം നമുക്കറിയാം. ഇവനെ പാല് കൊടുത്തു വളർത്തുവാൻ ഞാൻ ഒരു സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്നാണ്. ഫറവോന്റെ പുത്രി അത് സമ്മതിക്കുകയും അതനുസരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങി തന്റെ സ്വന്തം മകനെ പാല് കൊടുത്തു വളർത്തിയ
ഒരു മാതാവിനെയാണ് കാണുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. ദൈവമക്കളെ, നാം എങ്ങനെ പുലരണം, നാം എങ്ങനെ വളരണം, നാം എങ്ങനെയായി തീരണമെന്ന് അത് ദൈവം പ്ലാൻ ചെയ്തതായിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയുമാണ് നമ്മിൽ നിറവേറുവാതക്കവണ്ണമിടയായി തീരേണ്ടത്. കാരണം ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ വളരണമെന്നുള്ള ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ നാം ഓരോരുത്തരും എവിടെ ജനിക്കണമെന്നുള്ളതും എവിടെ വളരണമെന്നുള്ളതും അത് ദൈവത്തിന്റെ പ്ലാനാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാണ് നടക്കുവാതക്കവണ്ണമിടയായി തീരുന്നത്. കാരണം മോശയുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരി, അവരുടെ ചിന്തകളെക്കാൾ ഉപരി, മോശയോടുള്ള അവരുടെ കരുതലിനേക്കാൾ ഉപരി മോശയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ വലിയ കരമാണ് കാണുവാതക്കവണ്ണമിടയായി തീർന്നത്. മോശ ദൈവത്തോട് കൂടെയായിരിക്കുന്നത് കൊണ്ട് മോശയുടേതായ അന്ത്യം നമുക്ക് ദൈവത്തിൽ കാണുവാനിടയായി തീർന്നല്ലോ. ഓവിയായ ദൈവം പിസ്കാ കൊടുമുടിയുടെ മുകളിൽ മോശയെ കയറ്റിയിട്ട് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുവാനുള്ളതായ സ്ഥലം കാണിച്ചു കൊടുക്കുവാനൊക്കെ തീർന്നു. അനന്തരം മോശ മരിക്കുവാനൊക്കെ തീർന്നു. ദൈവം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബെത്പയോനെതിരെ ഉള്ളതായ താഴ്വരയിലാണ് മോശയെ അടക്കുവാനൊക്കെ തീർന്നത്. മോശയെ ആരടക്കിയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനൊക്കെ തീരുന്നില്ലെങ്കിലും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സ്വർഗത്തിലെ ദൈവം തന്നെയാണ് ആ ക്രമീകരണം ചെയ്യുവാനൊക്കെ തീർന്നത് എന്ന് പറയുവാനൊക്കെ തീരുന്നുണ്ട്. കാരണം ദൈവം ഇങ്ങനെ കാണുന്നുണ്ട്, മോശയെ അടക്കിയ സ്ഥലം ഇതുവരെ ആർക്കും അറിയയില്ല. ദൈവമക്കളെ, വാസ്തവമായി ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ പ്രവർത്തികളും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കണക്കൂട്ടുകൾക്കും അപ്പുറമായിട്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി കാണുവാനൊക്കെ തീരുന്നുണ്ട്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് ഇപ്രകാരം പറയുവാനൊക്കെ തീരും, എനിക്ക് ജ്യേഷ്ഠ സഹോദരന്മാർ പലരുണ്ടായിട്ടും എന്റെ അപ്പനെ എന്നെ തിരഞ്ഞെടുത്തു അപ്പന്റെ ആടുകളെ മേയ്ക്കുവാനായി. അപ്പോൾ എന്റെ അപ്പൻ എന്നെ തിരഞ്ഞെടുത്തത് അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ആയിരിക്കുമ്പോൾ ആ ആടുകളുടെ ഒരു ഉത്തരവാദിത്വം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ആടുകൾക്ക് വേണ്ടുന്നൊക്കെ ഞാൻ നൽകി കൊടുക്കുവാനൊക്കെ തീരണം. എന്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ കരുതുവാനൊക്കെ തീരണം. എന്റെ ആടുകളുടെ ആവശ്യം അറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുവാനൊക്കെ തീരണം എന്ന് ദാവീദ് നന്നായി അറിയാമായിരുന്നു എന്ന് കാണുവാനൊക്കെ തീരുന്നുണ്ടോ? എന്നാൽ ഈ ആടുകളെ നശിപ്പിച്ചു കളയുവാൻ, ഈ ആടുകളെ ഇല്ലായ്മ ചെയ്യുവാൻ ചില ദുഷ്ടശക്തികൾ കടന്നു വരുവാനൊക്കെ തീർന്നു. നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നല്ലോ, ഒരിക്കൽ ഒരു സിംഹം ഈ ആടുകളുടെ നേരെ കടന്നു വന്നപ്പോൾ ദാവീദ് ആ സിംഹത്തെ കീറിക്കളയുവാനൊക്കെ തീർന്നു. മറ്റൊരു കരടി കടന്നു വന്നപ്പോൾ ആ കരടിയെ ദാവീദ് അടിച്ചു കൊല്ലുവാനൊക്കെ തീർന്നു. അപ്പോൾ സിംഹത്തെ കീറിക്കളയുവാനും ആ കരടിയെ കൊന്നുകളയുവാനുമുള്ളതായ ആ ശക്തി ദാവീദിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ദാവീദിന്മേൽ പകർന്നിരുന്നതായ അഭിഷേകത്തിന്റെ ശക്തിയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനൊക്കെ തീരുന്നുണ്ട്. അപ്പോൾ വളരെ ഉത്തരവാദിത്തോട് ദാവീദ് ആ പ്രവൃത്തി ചെയ്തപ്പോൾ ദാവീദിന് വേണ്ടി പിൽക്കാലത്ത് ദൈവം കരുതിയായ കരുതലുകൾ എത്രയോ ശ്രേഷ്ഠകരമായിരുന്നു. തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ തനിക്കൊരു യോഗ്യതയില്ലാതിരുന്നപ്പോഴും ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ഇസ്രായേലിനെ ഭരിക്കുവാൻ
ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിനോട് ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ അനുഭവം എടുത്ത് നോക്കിയാൽ നമുക്ക് പലർക്കും ഈ ശുശ്രൂഷയെ കടന്നു വരുവാൻ യോഗ്യത ഉള്ളവരല്ലായിരുന്നു. ദൈവം നമ്മെ യോഗ്യത ഉള്ളവരാക്കി തീർത്ത് ഈ ശുശ്രൂഷ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചതുപോലെ എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഇന്നും ശുശ്രൂഷയുടെ മുഖത്ത് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ കരുതലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആരെല്ലാം നമ്മെ മറന്നു കളഞ്ഞാലും, ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ അവസ്ഥകളെ ഓർത്ത്, ദൈവത്തിന്റെ കരുതലുകളെ ഓർത്ത് ഈ രാത്രി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചറിയുന്നതായ ദൈവമക്കളെ ഓർത്ത് ഈ രാത്രികാലം ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മെ വിളിച്ചൊരു ദൈവമുണ്ടല്ലോ, നമ്മെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ടല്ലോ. അവൻ നമുക്ക് വേണ്ടി കരുതുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കൾ കരുതുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ സഹോദരങ്ങൾ കരുതുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ഓർത്ത് ഈ രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ ആ നന്മകളെ ഓർത്ത്, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് ഈ രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അബ്രഹാമിനെയും ഇസഹാക്കിനെയും കാണുവാതൊക്കെ വേണം ഇടയായിത്തീരുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ യാത്രയാക്കുവാനായി, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ സ്വന്തം മകനുമായി യാഗമർപ്പിക്കുവാൻ മോറിയ മലയിലേക്ക് കടന്നു പോകുന്ന അബ്രഹാമിനെയും ഇസഹാക്കിനെയും കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കടന്നു പോകുമ്പോൾ ഇസഹാക്കിന് ഏകദേശം 14 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് കാണുവാൻ ഇടയായിത്തീരുന്നു. ആ 14 വയസ്സ് പ്രായമുള്ളതായ ആ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ട് ആ യാഗപീഠം ഒരുക്കി അതിൽ കിടത്തി ആ ബാലനെ വെട്ടുവാൻ കത്തി കയ്യിലെടുത്തപ്പോൾ പുറകിൽ ദൈവശബ്ദം കേൾക്കുവാനൊക്കെ പണമിടയായി തോന്നുന്നു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നതായ ഒരാട്ടുകൊറ്റനെ കാണുവാന്നൊക്കെ പണമിടയായിത്തീരുന്നുണ്ടോ? ആ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റൻ എന്ന് പറഞ്ഞാൽ ആ കൊമ്പ് നന്നായി വളർന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ യഹൂദന്മാർക്ക് ആഹളം ഊതുവാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണം ഉണ്ടാക്കുന്നത് ഈ ആട്ടുകൊറ്റന്റെ കൊമ്പ് കൊണ്ടാണ്. അതങ്ങനെ വളഞ്ഞിരിക്കുന്ന കൊമ്പാണ്. ഏകദേശം 15 വയസ്സ് പ്രായമുള്ളതായ ആട്ടുകൊറ്റനാണ് ആ അവസ്ഥയിൽ കൊമ്പ് വളർന്നു വരുവാന്നൊക്കെ പണമിടയായിത്തീർന്നത്. അവൾ 14 വയസ്സുള്ള ഇസഹാക്കിനു വേണ്ടി 1 വർഷം മുൻപ് ജനിച്ചതായ ഒരു ആട്ടുകൊറ്റൻ, എവിടെയോ ആരുടെയോ വീട്ടിൽ ജനിച്ചതായ ആട്ടുകൊറ്റനെ ഇസഹാക്കിന് പകരം യാഗമർപ്പിക്കുവാൻ ദൈവം ആ മോറിയ മലയെ കരുതിയെങ്കിൽ ഇന്ന് രാത്രിയിലേക്കാണ് വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ്. അബ്രഹാം പറഞ്ഞെങ്ങനെയാണല്ലോ, യഹോവ കരുതുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിന് വലിയ കരുതലിനെ ഓർത്ത് ഈ രാത്രികാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇസഹാക്ക് ജനിക്കുന്നതിനും 1 വർഷം മുൻപ് മറ്റൊരു വീട്ടിൽ ഒരാട് ജനിച്ചു എങ്കിൽ നാം പലപ്പോഴും ചിന്തിക്കുന്ന, നാം ഭാരപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാവി എന്തായിത്തീരും
എന്റെ ഭാവി എന്തായി തീരുമെന്ന് ഓർത്ത് വേദനപ്പെടുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി കരുതുവാ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീനെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്ന ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേലിട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസിന്റെ ജീവിത അനുഭവത്തോടെ ബന്ധത്തിൽ ആ കരുതുന്ന കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. ഇന്നലകളിൽ നമുക്ക് വേണ്ടി കരുതിയവൻ, ഇന്ന് നമുക്ക് വേണ്ടി കരുതുന്നവൻ നാളെയും കരുതുവാൻ മതിയായ ദൈവമാണ്. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ ദൈവത്തിന്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തോട് നയിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം എന്റെ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നോട് ചേർന്ന് ഈ പറയപ്പെടുന്ന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് SIT ഹോസ്പിറ്റലിൽ കഴിയുന്നതായ മാസ്റ്റർ ഡേവിക്ക് 7 വയസ്സുള്ള ഒരു കുഞ്ഞ് കടുത്ത പനിയാല ഭാരപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്നു. ആ പൈതലിന്റെ പൂർണ്ണ വിടുതലിന് വേണ്ടി ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാന്നൊക്കെ ഇടയായി തീരട്ടെ. അതുപോലെ തന്നെ പ്രിയ ബ്രദർ ഫെബിൻ ജോസ് ആർത്രൈറ്റിസിന്റെ രോഗത്താൽ വളരെ ഭാരപ്പെട്ട് ഒരു ദൈവിക വിടുതലിന് വേണ്ടി താൻ ദൈവനം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രിയ സഹോദരനെ ഓർത്ത് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് ദൈവത്തിന് വണക്കാം. ഇന്ന് രാത്രികാലം കേൾക്കേണ്ട വചനത്തെ ഓർത്തുകൊണ്ടും ഈ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരെ ഓർത്തുകൊണ്ടും ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നദ്ധി, ദൈവത്തിന്റെ പാദപീഠത്തെ കാര്യപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി കരുതിയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ ജീവിത അനുഗ്രഹത്തിനും വിടുതൽ കാണുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അവൻ നിങ്ങൾക്കായി കരുതായ സകല ചിന്താകുലും അവന് മേലിട്ടുകൊള്ളുവിനുള്ളതായ ആ ദൈവിക വചനപ്രകാരം ഞങ്ങളുടെ സകല ചിന്താകുലും ഞങ്ങളുടെ സകല വിഷയങ്ങളും ദൈവത്തിൽ ഫലമേൽപ്പിച്ച് ജീവിക്കാനുള്ള കൃപ ധാരാളമായി നൽകി തന്ന് ഞങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമോ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം വേദനയോടെ ഭാരത്തോടെ ആരെന്നെ സഹായിക്കും? എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കൈത്താങ്ങ് തരാൻ ആരുമില്ല എന്നോർത്ത് വേദനപ്പെട്ട് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് അവർക്ക് വേണ്ടി കരുതണമേ. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ വലിയ കരുണ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ പരിശുദ്ധാത്മാവോട് എടുക്കണമേ, സഹായിക്കണമോ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടതായ എന്റെ പ്രിയയുടെ കർത്താവിന്റെ കരങ്ങളേക്ക് ഫലമേൽപ്പിക്കുന്നു. ആ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലായിരിക്കുന്നതായ ആ പ്രിയ പൈതടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഠിനമായ പനിയാല ഭാരപ്പെട്ട ആ ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ വേഗം ദൈവത്തിന്റെ വചനം അയച്ച് വിടുവിക്കണമോ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വചനമയച്ച വിടുവിക്കുന്ന കർത്താവിന്റെ കരം നീട്ടെ ഒരു പൂർണ്ണ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് എടുക്കണമേ. ഞാൻ രോഗശാന്തിയും ആരോഗ്യം പ്രകാരം ദൈവം സൗഖ്യമാക്കണമേ, സഹായിക്കണമോ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ ഫെബിൻ ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ രോഗത്തെ കർത്താവ് പൂർണ്ണമായി വിടുവിക്കണമേ, പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണമേ. അവിടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവിന് വചനങ്ങൾ വായിക്കുന്ന പ്രകാരം അടിപ്പിണരുകളാൽ ആ പ്രിയ സഹോദരന് സൗഖ്യം കൊടുക്കണമേ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന നിനക്കാനെ സൗഖ്യമാക്കുന്ന വിശ്വാസത്തോടുകൂടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിടുതലും കൽപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തിന്റെ എല്ലാ ആത്മാവിനെ ഞങ്ങൾ ശാസിച്ച് ജയപ്പെടുന്ന ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രാർത്ഥന പ്രവർത്തന കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തെ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമോ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വരുന്ന അദ്ദേഹം ചെയ്ത പരിശുദ്ധാത്മ കൂട്ടായ്മയും സഹവാസവും സംബന്ധം കാവൽ നടത്തിപ്പും നമ്മെല്ലാവരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുമേയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിനാഥ ഒരുവരെയും ഇരിക്കുമാറാകണമേ. ആമേൻ.